ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാവാൻ ലൈക്കൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ ഇതാ ഇന്നത്തെ എൻ്റെ ഒരു ഡെയിലി വ്ളോഗ് തന്നെയാണ് കേട്ടോ ഇന്നും. അപ്പോൾ രാവിലെ തന്നെ അത് അടുക്കള ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇക്കാക്ക് ലീവാണ്. വെള്ളിയാഴ്ച ദിവസത്തെ ഒരു വീഡിയോ കൂടെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റതൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഉറങ്ങി കിടന്നു പോയിട്ടാണ്. അപ്പോൾ രാവിലെ മോനെ അംഗൻവാടിക്ക് കൊണ്ടാക്കിയതിന് ശേഷമുള്ളൊരു അടുക്കളയുടെ ഒരു ഇതാണ് കേട്ടോ. രാവിലെ ചായയും കടിയും മാത്രമേ ഉണ്ടാക്കിയിരുന്നുള്ളൂ. അല്ലെങ്കിൽ അംഗൻവാടിക്ക് പോകാറാകുമ്പോൾ ഞാൻ ഒരുവിധം പണിയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോകാറ്. അപ്പോൾ രാവിലെ തന്നെ ഇഡ്ഡലിയും സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ സാമ്പാറായി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ആ കറി തന്നെ ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാലൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ മഴ വെയിൽ ഇതാണ് കേട്ടോ അവസ്ഥ. ചെറുതായിട്ടൊന്ന് വെയിൽ കണ്ട അതിനേക്കാളും കൂടുതൽ മഴ വരും, അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അത് കാരണം പിന്നെ തുണികളൊന്നും പുറത്തേക്ക് ഇടാനേ നിന്നില്ല കേട്ടോ. പിന്നെ ഇതാ ഇന്ന് നമ്മൾക്ക് രാവിലെ തന്നെ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ ഒരു പൂച്ചക്കുട്ടി, നമ്മുടെ വീട്ടിൽ കുറേ പൂച്ചകൾ വരും കേട്ടോ. അപ്പോൾ അവരുടെ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് കുറേ എണ്ണം ഉണ്ട് കേട്ടോ. എനിക്ക് മീനായിട്ടൊക്കെ വരുന്ന സമയത്ത് കുറേ എണ്ണം വരും. അപ്പോൾ രാവിലെ തന്നെ കണ്ടതാണ് കേട്ടോ. അതിങ്ങനെ വെയ്യാണ്ട് സിറ്റൗട്ടിലായിരുന്നു കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൂച്ച പാല് കൊടുക്കാണ്ടോ അതൊക്കെയാണ് അവന് ആകെ ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതിനെടുത്ത് ചത്തുന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ അതിന് ജീവൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് കുറച്ച് പാലൊക്കെ കൊടുത്തു. മോൻ്റെ പാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്നാൽ കുറച്ച് ഇടയ്ക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ബാക്കിൽ ഇതോ തുണിയൊക്കെ വിരിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്ന് കിടത്തിക്കുക കേട്ടോ. പക്ഷേ ജീവൻ അങ്ങനെ ഉണ്ട്, എന്നാലും എണീക്കാനൊന്നിനും ആവുന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പാലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയ പാടിങ്ങനെ എടുത്ത പാടിങ്ങനെ ഇതാക്കിയപ്പോൾ പാലൊക്കെ നല്ല കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്തായാലും നമുക്ക് ജീവൻ രക്ഷിക്കാനായില്ല. കുറേ കഴിഞ്ഞപ്പോഴേക്കും ചത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് തീരെ വയ്യാത്ത കാരണം ഭയങ്കര ഒരു വിഷമമായിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ. അതിൻ്റെ തള്ളപ്പൂച്ച അവിടെ പാല് കൊടുക്കാണ്ട് എങ്ങനെയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആക്കിയതാണ് കേട്ടോ. എന്തായാലും ഇതന്നെ കണ്ട് എണീറ്റ് കാരണം കൊണ്ട് ഭയങ്കര ഒരു വിഷമമായിട്ടാണ്. പിന്നെ എന്താ നേരെ നമ്മൾ അടുക്കളയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബാക്കി പണികളൊക്കെ പിന്നെ ചെയ്യാൻ കേട്ടോ. പിന്നെ നേരെ പാത്രങ്ങളൊക്കെ പുറത്തേക്ക് ഇട്ട് ഒക്കെ വേഗം ക്ലീൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഉമ്മ ഇല്ല ഇവിടെ. നമ്മൾ എന്താ പറയുക, മാമ മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചൊവ്വാഴ്ച, അതായത് ഉമ്മാൻ്റെ ആങ്ങള. അപ്പോൾ നമ്മളൊക്കെ അങ്ങോട്ട് പോയിക്കായിരുന്നു. അപ്പോൾ ഇന്നലെ 3 കേട്ടോ, അത് വ്യാഴാഴ്ച. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ പിന്നെ അവിടെ നിന്ന് പിന്നെ ഉമ്മ അങ്ങനെ കുഞ്ഞുമ്മാൻ്റെ വീട്ടിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് വ്യാഴാഴ്ച കേട്ടോ. അപ്പം ഇന്ന് ഉമ്മൊന്നുമില്ല. അതുകൊണ്ട് തന്നെ രാവിലത്തെ പണികൾ കാരണം രാവിലെ ഇല്ലെങ്കിൽ ഒക്കെ ഞാൻ വേഗം കഴിച്ചിട്ടാട്ടോ അംഗൻവാടിക്ക് പോവാറ്. ഇന്നിപ്പോൾ ഇക്കുള്ള കാരണം അങ്ങനെ രാവിലെ എണീക്കാൻ മടിച്ച് അങ്ങനെ കിടന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതാ ഇതിൻ്റെ മൺപ്ലാന്റിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് വേഗം ചെയ്തിട്ടാണ് കേട്ടോ. പിന്നെ എണീറൊക്കെ കോരുന്നുണ്ട്. മോനെ അംഗൻവാടിക്ക് ആക്കി വരുമ്പോഴേക്കിനും എന്നെ 10:30 ഒക്കെ അയക്കുന്നു കേട്ടോ. ഇക്കയും ചെറുതും മുത്തും നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ അവനെ വന്ന് പിന്നെ അവൻ്റെ പാലൊക്കെ കൊടുത്തൊന്ന് ഉറക്കിയപ്പോഴേക്കിനും പിന്നെ സമയം അങ്ങനെ ആയിട്ട് അവന് കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് അംഗൻവാടിക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ പാത്രമൊക്കെ എടുത്ത് പുറത്തേക്ക് കഴുകാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ അരിയൊക്കെ വേഗം കഴുകി അടുപ്പത്തിട്ടിട്ടാ ചോറ് വയ്ക്കാൻ വേണ്ടി. കറി പിന്നെ നമ്മൾ കുക്കറിൽ ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് മതി എന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ ഇതാക്കി. പിന്നെ ഇതാ പാത്രങ്ങളൊക്കെ കഴുകാണ്ടിട്ട്. അപ്പോൾ ഈ പണികൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഒന്നും ചെയ്യലുണ്ടാവില്ല കേട്ടോ. ഒക്കെ എടുത്തെടുത്ത് ചെയ്തിട്ടും ഒരുവിധമൊക്കെ കഴുകാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കണം. അങ്ങനെ പാത്രമൊക്കെ കഴുകിയെടുത്ത് വന്നപ്പോൾ മോനൊക്കെ ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കതാ അവൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. അവനിങ്ങനെ ഓരോന്നും മോൻ്റെ സ്വത്തുവിൻ്റെ കളിക്കാനുള്ളത് കൊടുത്തിരിക്കുക കേട്ടോ. വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അവൻ്റെ ഇങ്ങനെ കളിക്കാനുള്ളതൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇവന് കിൽക്കൊക്കെ വാങ്ങി അവിടെ അടുത്ത് പൊട്ടിക്കും കേട്ടോ. ഇവന് കിൽക്കൊക്കെ വാങ്ങുന്നത് വെറുതെയാണ്. പിന്നെ അതാ പള്ളിയിൽ പോകുന്നതിന് മുന്നേ തേങ്ങ ഒക്കെ പൊളിച്ച് റെഡിയാക്കാണ് കേട്ടോ. അത് നമുക്കിങ്ങനെ തേങ്ങ വീഴുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ ഒക്കെ ആയി കഴിഞ്ഞാൽ അതിങ്ങനെ പൊളിച്ചിട്ട് മില്ലിൽ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിന് ആ തേങ്ങയുടെ അളവിനുള്ള എണ്ണ വാങ്ങിയിട്ട് വരിക കേട്ടോ ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒക്കെ അങ്ങനെ കിട്ടും കേട്ടോ. തേയ്ക്കാനും പിന്നെ കറിക്കും ഒക്കെ ആയിട്ടൊക്കെ അങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അതാ തേങ്ങ ഒക്കെ പൊളിക്കുന്നുണ്ട്. അപ്പോഴേക്കും എൻ്റെ കുളി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്, ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാർത്ത് വെക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട്
മുത്തിനെയും കൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കളിക്കാണ്ട്. അപ്പോൾ ഇക്ക അവിടെ തേങ്ങ പൊളിക്കുന്നതിനെ കൊണ്ട് തന്നെ അവിടെ ഇക്ക ഉണ്ടല്ലോ, അപ്പോൾ ഇക്കാനോട് ഓരോന്നും സംസാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ, അപ്പോൾ ഞാൻ അങ്ങനെ താത്താൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇക്ക പറഞ്ഞ അവിടെ ആക്കിയിട്ട് അങ്ങനെ പള്ളിക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഇക്കാക്ക് എന്താ പറയുക, വരവൂർ പള്ളിക്കും പോകണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇക്ക വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ അങ്ങനെ പോവാം. പിന്നെ മോനെ കൊണ്ടുവരാൻ അവിടെ നിന്ന് താത്താൻ്റെ വീട്ടിൽ നിന്ന് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൻ ആ സമയത്ത് ഭയങ്കര വാശിയും കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം പിന്നെ ഫുഡ് കഴിക്കണമെന്ന് പിന്നെ നമ്മളങ്ങനെ എടുത്തില്ല കേട്ടോ. അപ്പോൾ കറി സാമ്പാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെമ്പകതിക്ക മീനിന് പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ കുറച്ച് തോനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താത്ത കുറച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അംഗനവാടിക്ക് പോകുമ്പോൾ ടീച്ചർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബാലൻസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തലവയ്ക്ക് നല്ല മണമാണ് കേട്ടോ. നമുക്ക് ശരിക്കും നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലമൊക്കെ ഓർമ്മ വരും കേട്ടോ. ചെമ്പകം കിട്ടുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഏതെങ്കിലും വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോഴും പിന്നെ കൂട്ടുകാർ കൊണ്ടുതരുമൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ വന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇക്ക പള്ളിയിൽ പോയി ഞങ്ങളെന്താ താത്താൻ്റെ വീട്ടിലേക്കാക്കി തന്നിട്ടോ. അപ്പോൾ ഞാനിവനെന്താ അവിടെ കൊണ്ടുവന്ന് അങ്ങനെ കെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ മോനെടുക്കാൻ പോകാൻ 3 മണിയാകുമ്പോഴേക്കും പോകണം കേട്ടോ. 2:55 ആകുമ്പോഴേക്കും ഞാൻ ഇറങ്ങും. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകാനുള്ളൂ കേട്ടോ. നമ്മൾ താഴത്തേക്ക് ഇങ്ങോട്ട് വന്നല്ലോ, അപ്പോൾ ഇനി അങ്ങോട്ട് തന്നെ കയറി പോകണം. അപ്പോൾ ഇതാ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അവൻ മിക്കവാറും ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ ടീച്ചറെ മടി കയറിയിരിക്കുന്നുണ്ടാവും കേട്ടോ. എപ്പോഴും അവൻ അതാ പരിപാടി കേട്ടോ. അപ്പോൾ ഇന്ന് കരച്ചിലാണ് കേട്ടോ. കൂട്ടുകാരൻ്റെ കാറിന് വേണ്ടി വാശി പിടിക്കുകയാണ് കേട്ടോ. അവനെന്തോ കാറ് കൊണ്ടാണ് അംഗൻവാടിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഭയങ്കര കരച്ചിലാണ് കേട്ടോ. പിന്നെ എടുത്തിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അങ്ങനെ മാറിയപ്പോൾ ഇതാ അംഗൻവാടിയിൽ മറ്റേ എന്താ പറയുക ചെറുപയറായിരുന്നു കേട്ടോ. അപ്പോൾ ഫുള്ളുണ്ടായിരുന്നു കേട്ടോ ഈ പാത്രത്തിൽ. അപ്പോൾ ഞാൻ കുറച്ചവിടെ മാറ്റി വെച്ചതാണ് കേട്ടോ. അവനക്ക് വേണ്ടി മാത്രം കുറച്ചത്. ഫുള്ളൊന്നും അവൻ കഴിക്കില്ല കേട്ടോ. കുറച്ച് കഴിക്കും, ബാക്കി ഞാൻ കഴിക്കും, അങ്ങനെ കേട്ടോ. അപ്പോൾ അതൊക്കെ അവന് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു മഴ പെയ്തു. അപ്പോൾ ഉമ്മനെ കുഞ്ഞിപ്പോൾ കൊണ്ടുവന്നാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ഇക്ക പള്ളിയിൽ പോയി വന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് മോനിതാ പഴം നെയ്യിൽ ഇങ്ങനെ വാട്ടി കൊടുക്കുകയാണ് കേട്ടോ. അവന് പഴം വേണം പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കും കേട്ടോ. അംഗൻവാടിയിൽ നിന്നൊക്കെ വന്ന് ഉപ്മാവ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി കൊടുക്കും കേട്ടോ. അപ്പോൾ അതാ പഴം അങ്ങനെ നെയ്യിലൊക്കെ ഇങ്ങനെ വട്ടിയിട്ട് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് നല്ല മൂഡിലാണ് അവൻ തന്നെ എടുത്ത് കഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വരിയിട്ട് ഇങ്ങനെ ഓരോ സ്പൂണാക്കിയിട്ട് ഓരോന്നും പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ അങ്ങനെ കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ചായ ഉണ്ടാക്കി താത്താനോടൊന്ന് ചായ കുടിച്ചതാണ് കേട്ടോ. എന്നാലും ഇവിടെ വന്ന് നല്ല മഴയൊക്കെ ആണല്ലോ, അപ്പോൾ കുടിക്കാൻ കേട്ടോ. അപ്പോൾ എനിക്കും മോനിക്കും ഇതാ പാൽപ്പൊടി ഇട്ട ചായയാണ് കേട്ടോ. ഉമ്മ എനിക്കും കട്ടനെ കുടിക്കുകയുള്ളൂ. ഇക്കാക്കും ഉമ്മാക്കും കട്ടനാണ് ഫേവറേറ്റ് കേട്ടോ. അപ്പോൾ അവർ കട്ടൻ മതി പറഞ്ഞു. അപ്പോൾ ഞാനും മിക്കും മോനും പാലുള്ളതും ഉണ്ടാക്കിയിട്ട് പാൽപ്പൊടി ഇട്ടിട്ട് പിന്നെ അതാ ബേക്കറി ചിപ്സ് നമ്മൾ പിന്നെ ഇവിടെ എപ്പോഴും ഇങ്ങനെ വാങ്ങി വെക്കും കേട്ടോ. മോനക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബിസ്ക്കറ്റൊക്കെ അവിടെ നിന്നല്ലേ മാമൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. നമ്മൾ 3 കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് മഴയൊക്കെ അണിയുന്നല്ലോ, ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതായിക്ക് മീൻ നന്നാക്കി തരുന്നുണ്ട് കേട്ടോ. രാവിലെ നമ്മൾ സാമ്പാർ മാത്രമല്ലേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ നേരത്തേക്ക് ഇതായിക്ക ഇന്നലത്തെ മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കിയത് ഈ എന്താ പറയുക കരിമീൻ്റെ പോലത്തെ ആ ഒരു ചെറിയ മീനാണ് കേട്ടോ. അപ്പോൾ അത് കാരണം അതുങ്ങളുടെ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഇക്കത് നന്നാക്കാൻ വയ്ക്കില്ല. അപ്പോൾ ഇക്ക തന്നെ നന്നാക്കി ഇതാക്കി തരുന്നുണ്ട് കേട്ടോ രാത്രിക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും ഇക്കും താത്താൻ്റെ മോനൊക്കെ തന്നെ കഴിക്കുള്ളൂ കേട്ടോ. അമ്മ അത് കഴിക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളത് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മീൻ പൊരിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ രാത്രിക്ക മക്കളായിട്ട് നല്ല കളിയിലാണ് കേട്ടോ. രണ്ടാളേറ്റും മൂത്ത ആളുണ്ട് കേട്ടോ അവിടെ. പക്ഷേ ഞാൻ ട്രൗസർ ഇട്ട് കൊടുത്തു. അവൻ വീണ്ടും ഊരിയിട്ടിട്ട് അതുകൊണ്ട് അങ്ങനെ നിന്ന് കളിക്കാൻ കേട്ടോ. കാരണം അവനെ ഉൾപ്പെടുത്താൻ പറ്റിയില്ല, അരക്കുന്ന താഴേക്ക് പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്കതാ മറ്റാളായിട്ട് നല്ല കളിയാണ്. അപ്പോൾ പിന്നെ ഉമ്മയുണ്ടല്ലോ, അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് കൊടുത്ത് പിന്നെ അങ്ങനെ ഇതായി. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കും കൂടി ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.